പയ്യനോട് എന്റെ പൈസ മുതലാക്കാനുള്ള വേറെയും വഴികൾ എനിക്കറിയാം. നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. ജീവൻ നൽകുന്നത് ദൈവമാണെങ്കിൽ ഒരാളെ കൊല്ലാനുള്ള അവകാശം നമുക്ക് എവിടെ നിന്ന് കിട്ടി? സമൂഹത്തിൽ വരുന്ന കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിൽ നിന്ന് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി പുതിയൊരു കഥ കൂടി. സമൂഹത്തിൽ ഇങ്ങനെ കൊലപാതക കേസുകൾ കൂടി വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമോ നമ്മൾ മനുഷ്യരാണെന്ന്? നമ്മുടേതൊരു പരിഷ്കൃത സമൂഹമാണെന്ന്? ഇവിടെ നടക്കുന്നത് കാട്ടുനീതിയാണോ? ഇതാ നിങ്ങളുടെ ഭക്ഷണം. ഒന്ന് വന്നേ. എന്തു പറ്റി? എന്താ നിന്റെ പ്രശ്നം? എന്നോട് പറയേ. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് സമയമില്ലല്ലോ. ഏത് നേരം നോക്കിയാലും ജോലി ജോലി ജോലി. എന്തിയാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്കും കൂടി വേണ്ടിയല്ലേ? നിനക്ക് വേണ്ട എല്ലാ സന്തോഷവും തരാൻ വേണ്ടിയല്ലേ? നിങ്ങളുടെ ജോലി ടാക്സി ഓടിക്കല. രാവും പകലും വർക്ക് തന്നെ. എനിക്കൊരു 5 മിനിറ്റ് പോലും തരില്ല. അല്ല, ഇതൊക്കെ ഒരു ജോലിയാണോ? നമ്മൾ ഇത്രയും വലിയ വീട്ടിലാ താമസിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ടാക്സി ഓടിച്ച് നടക്കുന്നു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എന്തോരം കടമുണ്ടെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയതാ. പിന്നെ ഈ വീട് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പോവാ. ഞാൻ ഈ കടങ്ങളൊന്നും ആദ്യം ഒന്ന് എങ്ങനെയെങ്കിലും വീട്ടിയേക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത വേറെ ജോലി ചെയ്തോളാം. ആ ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിക്കേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മതിയായി തുടങ്ങി. ജീവിക്കാനേ തോന്നുന്നില്ല. എല്ലാം കൂടി വലിച്ചെറിഞ്ഞിട്ട് എങ്ങോട്ടേലും പോയാലെന്ന് ആലോചിക്കുന്ന ഞാൻ ഇപ്പോ. രാവും പകലും പട്ടിയെപ്പോലെ കിടന്ന് ഓടിയിട്ടും ജീവിതത്തിലെ കഷ്ടപ്പാടൊന്നും മാറുന്നില്ലെന്നേ. ഫാമിലിക്കും ടൈം കൊടുക്കാൻ പറ്റുന്നില്ല. വണ്ടി പണിയാണെങ്കിൽ അതിന്റെ വഴിക്ക്. എല്ലാം കൂടെ എനിക്ക് പ്രാന്ത് പിടിക്കാ. ചേട്ടാ പോവോ? എങ്ങോട്ടാടാ? മേലോട്ട്. ടാക്സി ഡ്രൈവർ ദീപകിനെ നടു റോഡിൽ വെച്ച് പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നുകളഞ്ഞു. കൊലയാളികൾ അപ്പോൾ തന്നെ ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. ദീപകിനെ അപ്പോൾ തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ദീപക് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഇങ്ങനെയൊരു കൊലപാതകം നടത്താനുള്ള കാരണം എന്തായിരിക്കും? മേഡം, നിങ്ങൾക്ക് അറിയാതിരിക്കും. സാർ, ഇത് ദീപകിന്റെ വൈഫാ. ഞാനാ ഇവരെ വിളിച്ചത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. സർ, മാഡം, നിങ്ങൾ കരയാതിരിക്കും. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. പ്ലീസ്. അത് മാഡം, ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. പക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് കോഓപ്പറേറ്റ് ചെയ്യണം. സർ, ദീപക് ഒരു സാധാരണക്കാരനായ ആളായിരുന്നു. ആർക്കും ഒരിക്കലും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പിന്നെ ആരാ സാറേ ദീപകിനെ ഇങ്ങനെ നടുറോട്ടിലിട്ട് കൊന്നു കളഞ്ഞത്? ഈ ദീപകിന് ആരെങ്കിലും ശത്രുക്കൾ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാവോ? എടാ പറടാ, പറ. എന്റെ പൈസ എവിടെടാ? പറ. ചേട്ടാ, ഞാൻ നിങ്ങളുടെ പൈസയൊക്കെ തിരിച്ചു തരാം. ഇപ്പൊ വർക്കൊക്കെ വളരെ കുറവാ. നിങ്ങളുടെ പൈസ ഞാൻ കുറേശ്ശായിട്ട് തിരിച്ചു തന്നോളാം. പ്ലീസ്. ഏയ്, നിന്റെ വർക്ക് കൂടുതലായാലും കുറവായാലും എന്റെ പൈസ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ അയ്യോ, ഒന്ന് എന്താ നിങ്ങൾ ചെയ്യുന്ന? വിട്ടേ. പയ്യനോട്
എന്റെ പൈസ മുതലാക്കാനുള്ള വേറെയും വഴികൾ എനിക്കറിയാം. സത്യമായിട്ട് നിങ്ങളുടെ പൈസ മുഴുവൻ ഞാൻ തിരിച്ചു തന്നേക്കാം. എടാ, എത്രയും പെട്ടെന്ന് എന്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ സ്വർണം മുഴുവൻ കൊണ്ട് വിറ്റോ, എന്നിട്ട് ഇയാളുടെ കടം എങ്ങനെയെങ്കിലും വീട്ട്. അതൊന്നും വേണ്ട, പൈസ ഞാൻ ഉണ്ടാക്കാം. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ബൈ ചാൻസിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ ഇൻഷുറൻസിന്റെ പൈസ കൊണ്ട് ഈ കടങ്ങളെല്ലാം വീട്ടിയിട്ട് നീ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം പ്ലീസ്. നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ? നിനക്കറിയാഞ്ഞിട്ടാ. അവരൊക്കെ ഭയങ്കര അപകടം പിടിച്ചവരാ. ആ സത്തു എവിടെയാണെന്ന് അന്വേഷിച്ചേ അവൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. സർ, എന്നാ മാഡം നിങ്ങൾ പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നവരെ ഞങ്ങൾ തീർച്ചയായും കണ്ടുപിടിക്കും. ശരി സർ. സാറേ ഇത് ഇവനാ സത്തു. സാറേ, എന്നെ എന്തിനു പിടിച്ചോണ്ട് വന്നേ? ഞാനെന്താ ചെയ്തേ? ആ ദീപക്കിനെ കൊന്നു കളഞ്ഞിട്ട് എന്ത് ചെയ്തെന്നോ? ഞാൻ എന്തിനാ സാറേ അവരെ കൊല്ലുന്നത്? അയാൾ തനിക്ക് പൈസ തരാൻ ഉണ്ടായിരുന്നില്ലേ? ആ സർ, ഞാൻ പലിശയ്ക്ക് പൈസ കടം കൊടുക്കാറുണ്ട്. ദീപക് എന്റെ കയ്യിൽ നിന്ന് 6 ലക്ഷം രൂപയാ വാങ്ങിയത്. എന്നിട്ട് തിരിച്ചു തരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൊന്നത്. ഇല്ല സാറേ. സാറേ, ഞാനൊരു കച്ചവടക്കാരനാ. പലിശയ്ക്ക് പൈസ ഇറക്കുന്നതാ എന്റെ കച്ചവടം. സാറേ, എനിക്ക് പൈസ തരാനുള്ളവരെ കൊന്നു കളഞ്ഞാൽ എന്റെ കച്ചവടം നടക്കോ സാറേ? എന്റെ പൈസ പിന്നെ ഞാൻ ആരോട് പോയി ചോദിക്കും? അവനൊക്കെ ജീവനോട് ഇരിക്കുന്നതല്ലേ എനിക്കും നല്ലത്. അന്വേഷണം കഴിയുന്നവരെ ഇവനെ പിടിച്ചകത്തിട്ടേക്ക്. സാറേ, സാറേ, ഞാൻ പറയുന്നേക്ക്. സത്വാണ് ദീപകിനെ കൊന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറേ, ദീപകിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് വെച്ചിട്ട് നമുക്ക് ആ തോക്കിന്റെ ഓണറിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അങ്ങനെ നമുക്ക് ചിലപ്പോ എന്തെങ്കിലും കിട്ടിയാലോ? ശരിയാ. ആ ബുള്ളറ്റ് ഏത് തോക്കിന്ന് വന്നെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ സപ്ലയർ ആരാണ്? അതിന്റെ പുറകെ അന്വേഷണം നടക്കട്ടെ. ഫാസ്റ്റ്. സർ. പോലീസ് സത്തുവിനെ ചോദ്യം ചെയ്തു. സത്തുവല്ല ദീപകിനെ കൊന്നതെന്ന് പോലീസിന് വിശ്വാസമാവുകയും ചെയ്തു. പക്ഷേ സത്യത്തിൽ ദീപകിന്റെ കൊലപാതകത്തിൽ സത്തുവിന് പങ്കുണ്ടായിരിക്കുമോ? ഒരു തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് സത്തു പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റും. ദീപകിന്റെ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ്. ദീപകിന്റെ ജീവൻ മാത്രമല്ല, രസികയുടെ ജീവനും അപകടത്തിൽ തന്നെയാണ്. രസികയെ എപ്പോഴും ഒളിച്ചുനിന്ന് നിരീക്ഷിക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു. പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസിന്റെ കയ്യിൽ ഒരു ആയുധ സപ്ലയർ വന്നുപെടുന്നത്. കണ്ടു നോക്കൂ. സാറേ, ഇതാണ് മുന്ന ഗൺസ് സപ്ലൈ ചെയ്യുന്നവനാ. സാറേ, മാപ്പാക്കണം. വയറ്റുപിഴപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്തല്ലേ പറ്റൂ. എനിക്ക് ഇതല്ലാതെ വേറെ ഒരു പണിയും അറിയില്ല സാറേ. ഇതേ അറിയൂ. പെട്ടെന്ന് പൈസയും കിട്ടും. പൈസ കിട്ടുന്ന വെച്ചാൽ എന്ത് നീ ചെയ്യൂടാ? നിനക്കറിയോ, നിന്നെപ്പോലുള്ള തെണ്ടികൾ കാരണം ക്രൈം റേറ്റ് കൂടിയിരിക്കുക. സാറേ, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ക്രൈം എന്തായാലും തോക്ക് വിൽക്കാന്നുള്ളതാ എന്റെ ജോലി. തോക്കുകൊണ്ട് ആരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ. പക്ഷെ ഞങ്ങളത് അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിക്കാന്നുള്ളതല്ലേ ഞങ്ങളുടെ ജോലി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. MK സീരീസിലുള്ള ഗണ്ണ് കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ നീ ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സാറേ, ഒരുപാട് തോക്കുകൾ വിൽക്കുന്നുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ ഓർത്തിരിക്കാനാ? ഇവനോട് ഇങ്ങനെ ചോദിച്ചാ പോരാ. ഇവൻ ആ തോക്കിന്റെ മാത്രമല്ല, ബുള്ളറ്റിന്റെയും നമ്പർ ഓർമ്മ വരുന്ന പോലെ ഒന്ന് ട്രീറ്റ് ചെയ്യേ. സർ. മുന്നയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ മുന്ന അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും പറയുന്ന കൂട്ടത്തിലായിരുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കഴിയുന്ന രീതിയിൽ എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നിയമത്തേക്കാൾ കൂടുതൽ ഭയം അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരോടായിരിക്കും. മറുവശത്ത് തെളിവുകളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ സത്തുവിന് കോടതി ജാമ്യം അനുവദിച്ചു. പിന്നീട്
ആരാ ആരാ ഇവിടെ? ആരാ ഇവിടെ? ആരാ? ഇനി ഒരു അക്ഷരം നിന്റെ വായിന്ന് പുറത്തേക്ക് വരരുത്. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഇപ്പം പോയേക്കുന്നില്ലേ, അവിടേക്ക് നിന്നെ ഞാൻ അയക്കും. മനസ്സിലായോ? നിങ്ങളാണോ ദീപകിനെ കൊന്നേ? അല്ല, പക്ഷെ അവനെ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു തോന്നുക. പോലീസുകാർ എന്റെ പിന്നാലെ കുടിയേക്ക. ഞാൻ നിങ്ങൾക്ക് പൈസ തന്ന് സഹായിക്കുകയാണ് ചെയ്തത്. പൈസ തന്ന് സഹായിച്ചെന്നോ? താൻ പലിശ എണ്ണി വാങ്ങിച്ചിട്ടില്ലേ? കൊള്ള പലിശ. അതാണോ തന്റെ സഹായം? ഡീ, വലിയ വർത്തമാനമൊന്നും പറയണ്ട. അല്ലേലും നിന്റെ ജീവിതത്തിന്റെ ബാക്കി ഇപ്പോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കും ഞാൻ. ആ പറയടി, എന്റെ പൈസ നീ എപ്പം തിരിച്ചു തരും? പൈസ വാങ്ങിയത് ദീപക്കല്ലേ? ദീപക് ഇപ്പൊ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തു പറയാനാ? ഏയ്, ഈ അടവൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. എനിക്ക് എന്റെ പൈസ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, നീ ചെവി നുള്ളിക്കോ. ഞാൻ തരാം. ദീപകിന്റെ ഇൻഷുറൻസിന്റെ പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പൈസ തരാം. നിനക്ക് ഞാൻ 1 മാസം സമയം തരാം. സർ, എന്തുപറ്റി? എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? സാർ ആ മുന്നേക്ക് ശരിക്കും കൊടുത്തു. എന്നിട്ട് അവനെ എം സീരീസ് കണ്ണ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത് അയാളുടെ സ്കെച്ച് വരപ്പിച്ചിട്ടുണ്ട്. ആ സ്കെച്ച് ഈ ജില്ലയിൽ എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചേക്ക്. ശരി സർ. ഇതൊരു സ്ഥിരം ക്രിമിനൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താ സർ? ദീപകിനെ ഷൂട്ട് ചെയ്ത രീതി കണ്ടറിയാം. അത് സ്ഥിരം കുറ്റവാളികൾ ചെയ്യുന്ന പോലെയല്ല. MK സീരീസിലുള്ള ഗണ്ണുകൾ ആളുകൾ തീരെ ഉപയോഗിക്കാത്ത ടൈപ്പാണ്. അത് വളരെ വില കുറഞ്ഞ ഒരു ഗണ്ണാണ്. അപ്പൊ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതെന്താ സർ? MK സീരീസിന്റെ ഫുൾ ഫോം മാർക്ക് എന്നാണ്. അത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാ. അതിന്റെ ലൈസൻസും പെട്ടെന്നുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിന് റേഞ്ച് വളരെ കുറവാണ്. ഒരു സ്ഥിരം ക്രിമിനൽ ചെറിയ റേഞ്ചിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള റിസ്ക് എടുക്കില്ല. അങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് അയാൾക്കറിയാം. ലക്ഷ്യം വെച്ച് അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാളെ അയാൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ മുന്നേ ഐഡന്റിഫൈ ചെയ്ത പോലെ. അയാളുടെ മുഖം കണ്ടതുകൊണ്ടല്ലേ നമുക്ക് ഈ സ്കെച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് ശരിയാണ് ഞാൻ സർ. പറഞ്ഞ പോലെ ആ സ്കെച്ച് എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്ക്. ഓക്കെ സർ. സർ, ആ സത്തു അയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് അയാൾ നേരെ എന്റെ വീട്ടിലേക്കാ വന്നത്. എന്നെ കൊല്ലൂന്നൊക്കെ ഭീഷണിപ്പെടുത്തി സർ. അയാൾക്കെതിരെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ജാമ്യം കിട്ടിയത്. ഇവരോടൊരു കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചിട്ട് ആ സത്തുവിനെ പിടിച്ചോണ്ട് വാ. ഓക്കെ സർ, വരൂ. പക്ഷേ ദീപകിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് സത്തു രസികയുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. രസികയെ സേഫാക്കാൻ വേണ്ടി രസികയുടെ കംപ്ലൈന്റിന്മേൽ സത്തുവിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. പക്ഷേ അവൾ സേഫാണോ? സാറേ, വെറുതെ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? എന്നെ വിട്ടേക്ക്. നിനക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. രസികയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയോ നീ? സാറേ, ഞാൻ എന്റെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയത്. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടാണ് പൈസ ചോദിക്കുന്നത്. സാറേ, ആ ഫാമിലി എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതാ. എന്നിട്ട് ഇപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. മിണ്ടരുത്. സർ, ഈ ഫോട്ടോ എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സാർ, ഈ ഫോട്ടോ ഇവനെ അറിയോ? ആ ഇത് ശശി, നീയോ? വേറെ തന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ തോന്നി നിന്റെ പേടിച്ച മുഖം ഒന്ന് കാണണമെന്ന്. നീ വാതിലിങ്ങനെ തുറന്നിട്ടേക്കുന്ന എന്തിനാ? ആരെങ്കിലും വന്ന എന്ത് ചെയ്യും? അക്കാര്യം കുറച്ച് ചിന്തിച്ചാ മതി. അയാളെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ പോലീസിന്റെ കാര്യം. അവര് ദീപകിനെ കൊന്ന ആളെ അന്വേഷിച്ച് നടക്കാം. ഇൻഷുറൻസിന്റെ പൈസ വൈകാതെ കിട്ടും.
അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ദൂരേക്ക് എവിടേക്കെങ്കിലും പോവാം. ദൂരേക്കൊക്കെ പോകാം. പക്ഷെ അതിനു മുമ്പ് നീ ഒന്ന് അടുത്തേക്ക് വാ. പ്ലാനിംഗ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ കരുതിയതുപോലെ പോലീസുകാരത്ര മണ്ടന്മാരല്ല. ഞാൻ നിങ്ങളുടെ വീടിന് പുറത്തൊരു കോൺസ്റ്റബിളിനെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായില്ലേ? സത്വാ ഞങ്ങളോട് ഇവന്റെ കാര്യം പറഞ്ഞത്. രണ്ടുപേരും കൊണ്ടുപോ. നടക്ക. പോലീസിന്റെ കയ്യിലുള്ള സ്കെച്ച് കണ്ട് സത്തു അയാളെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. സത്തുവിന് അയാളെ നല്ല പരിചയമുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ രസിക 1-2 തവണ ആരും കാണാതെ ഋഷിയെ കാണുന്നത് സത്തു കണ്ടു. അയാൾ ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ ഉടനെ അവർക്കെല്ലാം തന്നെ മനസ്സിലായി. അവർ ഋഷിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രസികയുടെ വീടിന് പുറത്ത് ഒരു കോൺസ്റ്റബിളിനെ സിവിൽ യൂണിഫോമിൽ പോസ്റ്റ് ചെയ്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ ഋഷി രസികയെ കാണാൻ വന്നു, പിടിക്കപ്പെട്ടു. പക്ഷേയെങ്കിലും രസിക എന്തിനാണ് ദീപക്കിനെ കൊല്ലിച്ചത്? അതിന് കാരണം എന്തായിരിക്കും? പറയടാ, ദീപക്കിനെ എന്തിനാ കൊന്നേ? സർ, എനിക്ക് ദീപകിനെ കല്യാണം കഴിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. ഞാനോ ഋഷിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് എന്നെ ദീപകിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അതെ സാർ, ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇഷ്ടത്തിലായിരുന്നു. നിനക്ക് ദീപക്കിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഇവനെ കല്യാണം കഴിച്ചൂടെ? കൊന്നുകളഞ്ഞ എന്തിനാ? സർ, നല്ലൊരു ജീവിതം ജീവിക്കാൻ പൈസ വേണ്ടേ സർ? അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദീപകിന്റെ കയ്യിൽ ഒരു വലിയ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന്. ബൈ ചാൻസിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ ഇൻഷുറൻസിന്റെ പൈസ കൊണ്ട് ഈ കടങ്ങളെല്ലാം വീട്ടിയിട്ട് നീ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം പ്ലീസ്. അപ്പോ ഞാൻ ദീപകിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി. സാർ, ഇതെല്ലാം പ്ലാൻ ചെയ്തത് ഈ രസിക്കായിരുന്നു സാർ. എന്നാലും എക്സിക്യൂട്ട് ചെയ്തത് നീയല്ലടാ. ഇനി നിങ്ങൾ രണ്ടുപേർക്കും ജയിലിൽ കിടന്ന് നല്ലൊരു ജീവിതം ജീവിക്കാം, വെവ്വേറെ ജയിലില്. ഇക്കാലത്ത് മനുഷ്യർ മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹം ഇതെങ്ങോട്ടാണ്? പണത്തിനു വേണ്ടി ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കുന്നു. അവളുടെ കാമുകനെ കൂട്ടുപിടിച്ച് അവൾ തന്നെ തന്നെ വിധവയാക്കുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാനാണ് ഞങ്ങൾ ഈ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കൊരു നല്ല സമൂഹമാണ് വേണ്ടത്. നമ്മുടെ വരും തലമുറകൾ ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട പറയുന്നു. വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. അതുവരെ ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. കണ്ടുകൊണ്ടിരിക്കൂ ക്രൈം ചക്ര. ജയ് ഹിന്ദ്.